നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 11. അങ്ങനെ ഇന്ന് മുതൽ നമ്മൾ ഈ കലണ്ടർ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ വീണ്ടും എണ്ണയുടെ വിലയിൽ തീപിടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. കൂടാതെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും ഇതിനു പുറമെ വെസ്റ്റ് ഏഷ്യൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇന്ത്യയിൽ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടിയിട്ടും ആകെ LPGക്ക് മാത്രമേ രാജ്യത്ത് ക്ഷാമം നേരിടുകയുണ്ടായുള്ളൂ. എന്നാൽ ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും പുതിയ സൂചനകൾ നൽകുകയുമുണ്ടായി. അവയെക്കുറിച്ചൊക്കെ വിശദമായതിനെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്നലെ ഹൈദരാബാദിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തില് ഇന്ത്യൻ പ്രധാനമന്ത്രി ചില സൂചനകൾ രാജ്യത്തിന് നൽകുകയും ചെയ്തു. അതായത് വെസ്റ്റ് ഏഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ തുടർന്ന് ഈ പ്രതിസന്ധിയെ മറികടക്കുവാനായിട്ട് രാജ്യം കോവിഡ് കാലഘട്ടത്തിലെ പോലെ തന്നെ തൊഴിൽ രീതിയായ വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ കോൺഫറൻസ്, വെർച്വൽ മീറ്റിംഗുകൾ എന്നിവ പുനരുജ്ജീവിപ്പിക്കണമെന്നാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തില് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയതും. കൂടാതെ ഇന്ത്യയുടെ വിദേശ അക്കൗണ്ടിന്റെ സമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കൽ, പെട്രോൾ ഡീസൽ വിലകളിലെ വർധനവ്, വിദേശ പണമയക്കലിൽ കർശന നിയന്ത്രണം എന്നിവ പോലുള്ള സാധ്യമായ നടപടികളെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം വഴിതെളിച്ചിട്ടുമുണ്ട്. കൂടാതെ ഒരു വർഷത്തേക്ക് ഇന്ത്യയിലുള്ള ജനങ്ങള് സ്വർണം വാങ്ങുന്നത് നിർത്തിവെക്കണമെന്നുള്ള ആഹ്വാനവും അദ്ദേഹം നടത്തുകയും ചെയ്തു. നമുക്കറിയാം, നിലവിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇന്ത്യൻ രൂപയുടെ മൂല്യത്തില് അമേരിക്കൻ ഡോളറിനെതിരെ ശക്തമായ ഇടിവാണ് നേരിടേണ്ടി വന്നതും ഒരുപക്ഷെ ഇതിനെയൊക്കെ മറികടക്കാനായിരിക്കാം. അതല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ LPGയുടെ മാത്രമല്ല എണ്ണയുടെ ലഭ്യതയിലും കടുത്ത ക്ഷാമം നേരിടേണ്ടതായിട്ടും വരാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ആകാംക്ഷയോടാണ് കാത്തിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തില്. ഇതിനു പുറമെ വൈദ്യുത വാഹനങ്ങളിലേക്കും സോളാർ എനർജിയിലേക്കും മാറേണ്ട ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ഊന്നി പറയുകയും ചെയ്തു. കൂടാതെ കർഷകരോട് വിദേശത്തു നിന്നുമുള്ള രാസവളത്തിന്റെ ഉപയോഗം കുറയ്ക്കണമെന്നും ജൈവവളത്തിലേക്ക് മാറണമെന്നുള്ള ആഹ്വാനം നടത്തുകയുണ്ടായി. എന്തൊക്കെയായാലും ഇത് സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന വലിയ പ്രതിസന്ധികൾ ആയിരിക്കാം ഒരുപക്ഷെ. ഇനി വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും ലെബനോണിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണം വർദ്ധിപ്പിച്ചു എന്നുള്ള കാരണത്താല് ഇറാന്റെ ഭാഗത്ത് നിന്നും US-ന്റെ സഖ്യകക്ഷികളായ ഒന്നിലേറെ ഗൾഫ് രാജ്യങ്ങൾക്ക് മുകളിൽ ഇന്നലെ ഡ്രോൺ അറ്റാക്ക് നടത്തുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. എന്നാൽ ഇതിനുശേഷം ഇറാന്റെ ഭാഗത്ത് നിന്നും മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴി US-ന് പുതിയ സമാധാന നടപടികൾ മുന്നോട്ട് വെച്ചെങ്കിലും US ഇത് തള്ളുകയും ചെയ്തു. നമ്മളിൽ പലരും അറിഞ്ഞിരിക്കും, ഒരുപക്ഷെ കോവിഡ് പോലെ തന്നെ ലോകത്താകമാനം പൊട്ടിപ്പുറപ്പെട്ടാക്കാവുന്ന പുതിയ ഒരു വൈറസ് ഉടലെടുത്തിട്ടുണ്ട്. അതിന് നൽകിയിരിക്കുന്ന പേര് ഹാൻഡ വൈറസ് എന്നാണ്. ഈ വൈറസ് ബാധിച്ച് നിലവിൽ 3 പേര് മരണപ്പെടുകയും നിരവധി പേര് ഹാൻഡ വൈറസ് ബാധിച്ച് രോഗികളായി തീരുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ദിനങ്ങളിലും ഒരുപക്ഷെ ചിലപ്പോൾ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ഹാൻഡ വൈറസ് കോവിഡ് പോലെ തന്നെ ലോകത്താകമാനം ബാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളും നോക്കിക്കണ്ട് തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയായാലും മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഒരു തലവേദന കഴിയുമ്പോൾ പുതിയ തലവേദന വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ UPL, കാനറ ബാങ്ക്, ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി, അബൌട്ട് ഇന്ത്യ, കൊറോണ റെമഡീസ്, ഫാക്ടൽ അനലിറ്റിക്സ്, GR ഇൻഫ്രാ പ്രോജക്ട്സ്, GE പവർ ഇന്ത്യ, JB കെമിക്കൽസ്, JSW എനർജി, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, നൗമ വെൽത്ത് മാനേജ്മെന്റ്, PVR ഐനോക്സ്, ശ്യാം മെറ്റാലിക്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ ക്വാർട്ടർ ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. മാത്രമല്ല, വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 4110.60 കോടി രൂപയ്ക്ക് സെല്ലിംഗ് നടത്തിക്കൊണ്ട് സെല്ലിംഗ് വർദ്ധിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. എന്നാൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 6748.13 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ 7 മണിയോടുകൂടി ചൈനയിൽ നിന്നും ഏപ്രിൽ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഡേറ്റയുടെ റിലീസ് ഉണ്ട്. പിന്നീട് US-ൽ നിന്നും വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 7:30 ഏപ്രിൽ മാസത്തെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡേറ്റയുടെ റിലീസും നടക്കാനിരിക്കുന്നു. ADR സ്റ്റോക്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഇൻഫോസിസ് ADRന് മാത്രമേ 2% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം ആക്സിസ് ബാങ്ക് ADRന് 2%, ഡോക്ടർ റെഡ്ഡീസിന് 1.5%, HDFC ബാങ്ക് ADRന് 2.5%, ICICI ബാങ്ക്
ബാങ്ക് ADRന് 1% വിപ്രോ ADRന് 1.5%ന്റെയും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 24,500 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം 24,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ സപ്പോർട്ട് ആണെങ്കിലും 23,800 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടെ തന്നെയാണ്. ഈ ലെവൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ച US മാർക്കറ്റില് S&P 500നും നാസ്ഡാക്കിനും ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല ഏറ്റവും ഉയർന്ന തോതിൽ തന്നെ ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനുമായി S&P 500 0.84%ന്റെയും നാസ്ഡാക്ക് 1.71%ന്റെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിച്ചെങ്കിലും ഡോ ജോൺസ് ഫ്യൂച്ചർ ഇന്ന് വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ 0.42%ന്റെ അഥവാ 210 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%-അടുത്തും ജർമ്മൻ മാർക്കറ്റിന് 1.25%-ലേറെ നഷ്ടത്തോടുകൂടി വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. ഫ്രാൻസ് മാർക്കറ്റിന് അന്ന് അവധിയായിരുന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5%-ന്റെയും കൊറിയൻ മാർക്കറ്റ് 4%-ന്റെയും നേട്ടത്തിലാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 3.5%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 4.25%-നടുത്തും ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $105.16 ക്രൂഡ് ഓയിലിന്റെ വില $99.39 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. അതേസമയം ഗോൾഡിന്റെ വിലയിൽ $40 ഇടിവാണ് അനുഭവപ്പെടുന്നത്. $4,682.81 പെർ ഔൺസ് എന്ന നിലയിലേക്ക് വില എത്തിച്ചേരുകയും ചെയ്തു. എണ്ണയുടെ വില ഉയർന്നപ്പോൾ ഗോൾഡിന്റെ വിലയിൽ ഇടിവ് തന്നെയാണ് അനുഭവപ്പെടുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ചയുണ്ടായ ഇടിവിനെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ 50% ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ലെവലിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെട്ടു. കൂടാതെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-ഡേ EMA ഗ്രിപ്പ് നഷ്ടപ്പെട്ടു. എങ്കിലും 20-ഡേ EMA മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി RSIയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും 52.40 എന്ന ലെവലിലായിട്ടാണ് നിലകൊള്ളുന്നതും. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. പുട്ട് സൈഡിലേക്ക് 23,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ട് വെള്ളിയാഴ്ചയുണ്ടായ ഇടിവിനെ തുടർന്ന് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൂടാതെ RSIയിലും ഇടിവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 48.56 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയും ചെയ്തു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നതും. 56,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 54,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ഫോർ കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. ഏർബൻ കമ്പനി കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 2.84 കോടി രൂപ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 161.2 കോടി രൂപയുടെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. എങ്കിലും റവന്യൂവിൽ 42.6% ഉയർച്ചയും രേഖപ്പെടുത്തി. ഇന്റലക്ട് ഡിസൈൻ നെറ്റ് പ്രോഫിറ്റിൽ 11.2% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 16.7% വർധനവും രേഖപ്പെടുത്തി. വേദാന്ത് ഫാഷൻസ് നെറ്റ് പ്രോഫിറ്റിൽ 13.2%ന്റെയും റവന്യൂവില് 8.7%ന്റെയും വർധനവ് രേഖപ്പെടുത്തി. സേറ സാനിറ്ററി നെറ്റ് പ്രോഫിറ്റില് 9.7%ന്റെ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 11.4%ന്റെ വർധനവും രേഖപ്പെടുത്തി. കൂടാതെ 75 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ഗ്ലോബസ് സ്പിരിറ്റ്സ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 5 കോടി രൂപ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ഇത്തവണ
21 കോടി രൂപയായിട്ട് ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 2.7% ഇടിവും രേഖപ്പെടുത്തി. നിതിൻ സ്പിന്നേഴ്സ് നെറ്റ് പ്രോഫിറ്റില് 23.7%, റവന്യൂവില് 2.2% വർധനവ് രേഖപ്പെടുത്തി. ബ്ലൂ ഡാർട്ട് എക്സ്പ്രസ് പ്രോഫിറ്റില് 11.4% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 8.2% വർധനവും രേഖപ്പെടുത്തി. ബിർള കോർപ്പറേഷൻ പ്രോഫിറ്റില് 14.9%, അതേസമയം റവന്യൂവില് 0.75% നേരിയ ഉയർച്ചയും രേഖപ്പെടുത്തി. ഒബ്രോയ് റിയാലിറ്റി പ്രോഫിറ്റില് 62.4%, റവന്യൂവില് 52.1% വർധനവ് രേഖപ്പെടുത്തി. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ മെയ് 9 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തില് ശ്രീ അശോക് കുമാർ പാണ്ഡെ കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനായി. റേറ്റ് ഗെയിൻ ട്രാവൽ ടെക്നോളജീസ് കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനത്തു നിന്നും ശ്രീ രോഹൻ മിത്തൽ രാജിവെച്ചു. CMS ഇൻഫോ സിസ്റ്റംസ് 400 കോടി രൂപയുടെ 5 വർഷത്തെ കരാറിന്റെ ഭാഗമായിട്ട് HDFC ബാങ്കിൽ നിന്ന് കമ്പനിക്ക് ATM മാനേജ്മെന്റ് സർവീസസ് ഔട്ട്സോഴ്സിംഗ് മാൻഡേറ്റ് ലഭിച്ചു. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.